ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. SSLC ഫലപ്രഖ്യാപനം മെയ് 8 നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +2 VHSC ഫലപ്രഖ്യാപനം മെയ് 9. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടവിട്ടുള്ള മഴ മൂലം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ സംവദിച്ചു. മെയ് 7 94 സീറ്റുകളിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ നേതാക്കളും താരപ്രചാരകരും തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും വിവിധ ഇടങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലെ ഭിണ്ടിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനം മെയ് 8 വൈകുന്നേരം 3 മണിക്ക് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത്. ടാബുലേഷൻ, ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. +2 VHSC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 9 നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ പുതിയ നാവികസേന മേധാവിയായി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നാവികസേന സജ്ജമാണെന്ന് ന്യൂഡൽഹിയിൽ ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് കൈവരിക്കാനുള്ള നാവികസേനയുടെ എല്ലാ പരിശ്രമങ്ങൾക്കും ശക്തി പകരുമെന്നും നാവികസേന മേധാവി വ്യക്തമാക്കി. മലയാളിയായ നാവികസേന മേധാവി അഡ്മിറൽ R. ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ചില ഇടങ്ങളിൽ അടുത്ത മാസം 2 വരെ ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 41°C വരെയും തൃശൂർ ജില്ലയിൽ 40°C വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 39°C വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38°C വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് ഉയർന്ന രാത്രി താപനില തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത ചൂട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കേരളത്തിൽ ആദ്യമായി തന്നെ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തൃശൂർ ജില്ലയും അതിൽ ഉൾപ്പെടുകയാണ്. ഉഷ്ണതരംഗം അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് അറിയുന്നത്. കുറച്ചു ദിവസങ്ങളായി ദിനംപ്രതി ജില്ലയിൽ ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കുടിവെള്ളക്ഷാമവും ജില്ലയിൽ രൂക്ഷമായി തന്നെ തുടരുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് ജില്ലയിലെ അംഗനവാടി കുട്ടികൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ചെറിയൊരു ആശ്വാസമാണ് നൽകുന്നത്. 40°C മുകളിലാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ചൂട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും കനത്ത ചൂട് കാര്യമായി തന്നെ ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉഷ്ണതരംഗ ഭീതിയിലാണ് ഏതാനും ദിവസങ്ങളായി കൊല്ലം ജില്ല. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുനലൂർ, കക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവിനും ഒരു വിദ്യാർത്ഥിക്കും സൂര്യാതപം ഏറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ജില്ലയിലെ ഉയർന്ന താപനിലയിൽ സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ള പുനലൂരിൽ താപനില 39 ഡിഗ്രിയോടടുത്തു. കുറഞ്ഞ താപനിലയാകട്ടെ 26 ഡിഗ്രിയിൽ താഴാറുമില്ല. ഏപ്രിൽ 2ാം വാരം തെന്മലയിൽ 41.7°C രേഖപ്പെടുത്തിയതാണ് ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ജില്ലയിൽ ഇതുവരെ 10ലധികം പേർക്ക് സൂര്യാതപം ഏറ്റു. നിർമ്മാണ തൊഴിലാളികൾ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, വഴിയോര കച്ചവടക്കാർക്ക്
കൃഷിപ്പണിക്കാർ, ട്രാഫിക് പോലീസുകാർ എന്നിവരെയാണ് ഉയർന്ന ചൂട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. 30,000-ഓളം പക്ഷികളെയാണ് നശിപ്പിച്ചത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡ് 7, എടത്വ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10, തകഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 എന്നിവിടങ്ങളിൽ നടക്കുന്ന കള്ളിംഗ് രാത്രിയോടെ പൂർണ്ണമാകും. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ മൂലം ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യത ഏറെയാണ്. വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങൾക്ക് മെയ് ദിന ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പുരോഗതിക്കായി സ്ഥിരോത്സാഹത്തോടെ യത്നിക്കുന്ന എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേരുന്നതായി ഗവർണർ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. സ്കാനിംഗ് തീയതി നൽകാൻ വൈകി എന്നാരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിക്ക് ക്രൂരമർദ്ദനം. MRI സ്കാനിംഗ് വിഭാഗത്തിലെ ജീവനക്കാരിയായ ജയകുമാരിക്കാണ് ഇടിവള ഉപയോഗിച്ചുള്ള മർദ്ദനമേറ്റത്. ഇടിയേറ്റ് ബോധരഹിതയായ ജയകുമാരിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ പൂവാർ സ്വദേശി അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSRTC ഡ്രൈവറുമായുള്ള പ്രശ്നം നിയമപരമായി നേരിടുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരെയാണെന്നും തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായും മേയർ പറഞ്ഞു. അതേസമയം സച്ചിൻ ദേവ് MLAയ്ക്കും മേയർക്കുമെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി CR പ്രാണകുമാർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. വയനാട് കമ്പമലയിൽ മാവോവാദികളും തണ്ടർബോൾട്ട് സേനയും തമ്മിൽ വെടിവയ്പുണ്ടായി. കമ്പമല തേയിലത്തോട്ടത്തിന് സമീപം ഉൾക്കാട്ടിലാണ് രാവിലെ വെടിവയ്പ് നടന്നത്. ആർക്കും പരിക്കില്ല. 9 തവണ വെടിവെച്ച് കേട്ടതായി റിസോർട്ടിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചു. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 3-ാം തീയതി വരെ ദീർഘിപ്പിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം 6-ാം തീയതി മുതൽ ആരംഭിക്കും. ഏപ്രിൽ മാസത്തെ വിതരണത്തിന് ശേഷം മെയ് 4-5 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ചിറ്റുമല ഓണമ്പലത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. ഓണമ്പലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മണടി സ്വദേശി തുളസീധരൻ പിള്ളയാണ് മരിച്ചത്. ഫാക്ടറിയുടെ ഗേറ്റിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 8 പ്രതികൾ സമർപ്പിച്ച ജാമ്യ ഹർജി ഹൈക്കോടതി അടുത്ത മാസം 10-ന് പരിഗണിക്കും. കേസിൽ റിമാൻഡിലുള്ള 18 പ്രതികളിൽ 8 പേരാണ് ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടെങ്കിലും കോടതി വിസമ്മതിച്ചു. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടി. രോഹിത് ശർമ്മ നായകനായ ടീമിൽ ഋഷഭ് പന്തും സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പർമാരാണ്. ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. KL രാഹുലിനെ ഒഴിവാക്കി 15-അംഗ ടീമിനെയാണ് BCCI പ്രഖ്യാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് ഏക്ന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. 3-ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. +2 VHSC ഫലപ്രഖ്യാപനം മെയ് 9-ന്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടവിട്ടുള്ള മഴ മൂലം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.